കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ 4.5 വയസ്സുകാരിയെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. രക്ഷിതാക്കൾ പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് നാട്ടുകാർ സ്കൂൾ ഉപരോധിച്ചു. സംഭവത്തെക്കുറിച്ച് നാദാപുരം സിഐ അന്വേഷണം ആരംഭിച്ചു. പോലീസിനോട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. നാദാപുരം പാറക്കടവിലെ CBSE സ്കൂളിലാണ് 4.5 വയസ്സുകാരിയെ മുതിർന്ന വിദ്യാർത്ഥികൾ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി ഉയർന്നത്. സ്കൂളിന് മുകളിലെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി LKG വിദ്യാർത്ഥിനിയെ 2 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ മാസം 30-നാണ് സംഭവം നടന്നത്. ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. പീഡിപ്പിച്ച വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും അതിനാൽ തിരിച്ചറിയൽ പരിശോധന നടത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ വിവരം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഇതോടെ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ ഉപരോധിക്കുകയായിരുന്നു. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി പോലീസ് കേസും അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധവും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കുറ്റവാളികളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. DYFIയും പ്രതിഷേധവുമായി രംഗത്തെത്തി. വളയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാദാപുരം CIക്കാണ് അന്വേഷണ ചുമതല. അതിനിടെ സംഭവത്തെക്കുറിച്ച് ബാലാവകാശ കമ്മീഷനും അന്വേഷണം തുടങ്ങി. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വടകര റൂറൽ SP യോടും നാദാപുരം CIയോടും കമ്മീഷൻ നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.